ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ ചില ആളുകൾക്ക് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കൂലേ. അവരെ നമ്മൾ ഒരുപാട് സ്നേഹിക്കും, ഒരുപാട് മനസ്സിലാക്കും, അവർക്ക് വേണ്ടി ഒരുപാട് സമയം നമ്മൾ ചിലവഴിക്കും. പക്ഷേ അവർ നമ്മളെ മനസ്സിലാക്കില്ല. അവർ നമ്മളോട് ഒരു ആത്മാർത്ഥതയും കാണിക്കില്ല. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ അവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല. അവർ നമ്മളോട് ഒരു ആത്മാർത്ഥതയും കാണിക്കുന്നില്ല. നമ്മൾ നൽകിയ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും അവർ നമുക്ക് തിരിച്ചു തരുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ അവരെ നമ്മളോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യരുത്. അവരുടെ വഴിക്ക് വിട്ടേക്കുക. ഇത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർ അവർക്ക് ഫ്രണ്ട്സൊന്നും ഇല്ലാത്ത സമയത്ത് അവർ ഒറ്റക്കായപ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാണ്. നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും അവരെ നമ്മൾ പാർട്ടിക്ക് വിളിക്കുന്നു. അവർ നമ്മളോട് കൂടെ പാർട്ടിക്ക് വരുന്നു. നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ പോകുന്നു. പിന്നെ അവരൊന്നും കൂടെ മെച്ചപ്പെട്ട് അവർക്കൊരു നല്ല നിലയിലൊക്കെ എത്തി. അതിനുശേഷം അവർക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവർ നമ്മളെ മനഃപൂർവ്വം ഒഴിവാക്കുക. അവർ നമ്മളെ വിളിക്കുന്നില്ല. അവർ സ്വന്തമായിട്ട് പാർട്ടി വയ്ക്കുന്നു. അവർ സ്വന്തമായിട്ട് യാത്രകൾ പോകുന്നു. അപ്പോൾ ഒന്നുമല്ലാത്ത സമയത്ത് അവർക്ക് നമ്മൾ ആരൊക്കെയോ ആയിരുന്നു. പക്ഷേ അവർക്ക് അവരുടെ നിലക്കും വിലക്കും അനുസരിച്ചിട്ടുള്ള ആളുകളെയൊക്കെ കിട്ടിയപ്പോൾ അവർക്കെന്താണ്, നമ്മൾ ഒന്നും അല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ഇടയിലിട്ടിട്ട് നമുക്കൊരു വിലയും കൽപ്പിക്കാതിരിക്കുക, നമ്മളെ അവരുടെ കാര്യങ്ങൾക്കൊന്നും ഇൻവൈറ്റ് ചെയ്യാതിരിക്കുക, നമ്മൾ അവരോട് കാണിച്ച ആ ഒരു ആത്മാർത്ഥതക്ക് അവർ ഒരു വിലയും കൽപ്പിക്കാതിരിക്കുക. അത്തരം ആളുകൾ നമ്മുടെ എല്ലാവരുടെ ലൈഫിലും വന്നു പോയിട്ടുണ്ടാവും, തീർച്ചയാണ്. എനിക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാവരെയും അവർ വിളിക്കുന്നു, പക്ഷെ നമ്മുടെ മാത്രം അവർ മനഃപൂർവ്വം ഒഴിവാക്കിയതുപോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ അത്തരം ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.